സാംസങ്ങിന്റെ സാംസങ് F06 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F06 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രോസസ്സറാണ്. MediaTek Dimensity 6300 എന്നുള്ള ഒരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. മികച്ചൊരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പൊതുവേ സാംസങ്ങിന്റെ ബഡ്ജറ്റ് ഫോണുകളിൽ നമുക്ക് മികച്ചൊരു പ്രോസസ്സർ കിട്ടാറില്ല, പക്ഷെ ഈ ഫോണിൽ അത് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം 5G സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 12ഓളം 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് തന്നെ ഇതിൽ വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ Android 15 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അതിൽ തന്നെ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പൊതുവെ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ അധിക കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒന്നും ലഭിക്കാറില്ല. കൂടിപ്പോലും 1-2 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആണ് ലഭിക്കാറ്. പക്ഷെ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല, 4 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് നല്ലൊരു ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ചാർജറിന് സെപ്പറേറ്റ് പൈസ കാണേണ്ടി വരും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും ഇതിൽ വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഈ ഫോണിൽ വരുന്നില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെ ആണ്. പിന്നെ 8 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8 mm ആണ്. പിന്നെ റിപ്പിൾ ഗ്ലോ എന്നുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഫോണിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ ബഹാമ ബ്ലൂ, ലിറ്റ് വയലറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ സാംസങ്ങിന്റെ നോക്സ് വോൾട്ട് എന്നുള്ള സെക്യൂരിറ്റി ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം ഇതിൽ HD റെസൊല്യൂഷനേ ഉള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. 10,000 രൂപയ്ക്ക് താഴെ അത് ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പിന്നെ LCD പാനലാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അത് ഓക്കെയാണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ലെങ്കിൽ അത് ഓക്കെയാണ്, പക്ഷേ പഞ്ചോൾ ഡിസൈനും കൂടി കൊടുക്കായിരുന്നു. എന്തായാലും ഇതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അതൊന്നുമല്ല, അത്യാവശ്യം നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന 5G സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ഫോൺ എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ 4GB റാം വെർഷന്റെ വില വരുന്നത് 9,999 രൂപയാണ്. 6GB റാം വെർഷന്റെ വില വരുന്നത് 11,499 രൂപയാണ്. പിന്നെ ഇനീഷ്യലി ചില ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. ബാങ്ക് ഓഫേഴ്സ് കഴിഞ്ഞിട്ട് 500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിന്റെ സെയിൽ നടക്കുന്നത്. ഫെബ്രുവരി 20 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണാണ് എന്ന് പറയാവുന്നതാണ്. കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് തന്നെയാണ്. ചില ഫോണുകളിലൊക്കെ പഞ്ചോൾ ഡിസൈനും കൂടിയ റിഫ്രഷ് റേറ്റും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5G സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സാംസങ്ങിന്റെ കുറച്ച് കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്ന ഒരു 5G ഫോൺ 10,000 രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്.
അപ്പം ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.